ഇപ്പൊ ഈ പൊതുജനങ്ങൾക്ക് ഇത് കാണാനും എന്തെങ്കിലും അല്ലെങ്കിൽ കപ്പലിൽ കയറാനും ഒക്കെ അവസരം ഉണ്ടാകും, പലരും ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇതിപ്പോൾ നമ്മളൊരു പോർട്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ കൗതുകമുള്ള ഒരു വിഷയമാണ് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ നമുക്കിപ്പോൾ എയർപോർട്ടിൽ കയറി പിന്നെ ഫ്ലൈറ്റിന്റെ അകത്ത് കയറുക എന്ന് പറയുന്നത് ടെർമാക്ക് വരെ പോകാൻ പറ്റില്ല എന്ന് പറയുന്നത്. അതെ അതെ, ടെർമാക്ക് വരെ പോകാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ അതിനേക്കാളും അതിനേക്കാളും വളരെയധികം പരിമിതികൾ ഉള്ള സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടുന്ന ഒരു മേഖലയാണ് എന്നുള്ളതും, ഒപ്പം ഈ പറഞ്ഞതുപോലെ ഇതെല്ലാം വളരെയധികം ഭീമമായിട്ടുള്ള ഭാരമുള്ള വസ്തുക്കളാണ് ഇതെല്ലാം. അപ്പോൾ അതൊരു സുരക്ഷാ ക്രമീകരണത്തിൻ്റെ ഭാഗമായും ആ ഒരു പ്രദേശത്തൊന്നും തന്നെ നമ്മളെ പരമാവധി മനുഷ്യരുടെ തന്നെ ഒരു സാന്നിധ്യം കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മൾ ഇത്രയും ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള യന്ത്രങ്ങൾ കൊണ്ടുവരുന്നതിന് ഒരു കാരണവും ശരിക്കും അതാണ്. അപ്പോൾ ഈ പറയുന്ന ഇത്രയും വലിയൊരു പ്രക്രിയക്കുള്ളിൽ നമുക്കാകെ ഈ ട്രക്ക് ഓടിക്കുക എന്ന് പറയുന്നതിന് മാത്രമേ നമ്മൾ ശരിക്കും വ്യക്തികളെ വിനിയോഗിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം ഓട്ടോമേറ്റഡ് ആണ്. അപ്പോൾ അത്രയധികം നമ്മൾ ഈ പറയുന്ന പോലെ സുരക്ഷിതത്വത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഉദ്ഘാടന ദിവസം തീർച്ചയായിട്ടും കപ്പൽ കാണാൻ സാധിക്കും. നമുക്ക് കപ്പലിന്റെ അകത്ത് കയറാനുള്ള അനുമതി ഉണ്ടാവില്ല, വളരെ ദൂരമില്ല, അടുത്ത് തന്നെ നിന്ന് കാണാൻ പറ്റും. പബ്ലിക് എൻട്രി ഉണ്ട്. പബ്ലിക് എൻട്രി ഉണ്ട്. ഈ പറയുന്ന 12-ാം തീയതി രാവിലെ ആയിരിക്കും നമ്മുടെ പൊതുയോഗം. അപ്പോൾ ആ സമയത്ത് തീർച്ചയായിട്ടും പൊതുജനങ്ങൾക്ക് കപ്പൽ കാണാനും നമ്മുടെ ക്രെയിനുകൾ കാണാനും, ക്രെയിൻ പ്രവർത്തിക്കുന്നത് ആ സമയത്ത് കാണാനാകില്ല. കാരണം ജനങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങൾ ഓപ്പറേഷൻസ് നിർത്തി വെച്ചേക്കും ഒരു സുരക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും. കപ്പലുകൾ വരുമ്പോഴോ അത് പിന്നെല്ലാം റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. അതെ, റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. എന്നാലും ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതെല്ലാം വളരെ ബൃഹത്തായിട്ടുള്ള കപ്പലുകളും കണ്ടെയ്നറുകളും ഒക്കെയാണ്. അപ്പോൾ എത്ര ദൂരത്ത് നിന്നാലും കാഴ്ചയ്ക്ക് അപ്പുറമായിട്ടൊന്നും ഇതൊന്നും പോവില്ല. അതുകൊണ്ട് ആ ഒരു കൗതുകത്തിനുള്ള കാഴ്ച തീർച്ചയായിട്ടും എപ്പോഴായാലും ലഭിക്കും. പക്ഷെ അതിൻ്റെ അടുത്ത് പോയി അതിൻ്റെ അകത്ത് കയറി എന്നൊക്കെയുള്ളതിന് നമുക്ക് ഇത് ഓപ്പറേഷണലൈസ് ആകുന്നത് മുതൽ കുറച്ച് പരിമിതികൾ ഉണ്ടാകും. ഇപ്പം നമ്മുടെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെല്ലാവരും നമ്മുടെ ക്രെയിനുകൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ വെസലുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഈ പ്രോഹിബിറ്റഡ് പ്ലേസ് എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ വന്നതിന് ശേഷം അതിന് അതിൻ്റേതായിട്ടുള്ള പരിമിതികൾ ഉണ്ടായിരിക്കും.